നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഓണായി കിടക്കുന്ന ഈ ഒരൊറ്റ സെറ്റിംഗ് കാരണമാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അധികകാലം നിൽക്കാത്തത്. ഇൻഫിനിക്സിന് ഇവൻ മെം ഫ്യൂഷൻ, വിവോയ്ക്ക് ഇവൻ എക്സ്റ്റൻഡഡ് റാം, ഓപ്പോയ്ക്കും വൺ പ്ലസിനും ഇവൻ റാം എക്സ്പാൻഷൻ, ഷവമിക്ക് ഇവൻ മെമ്മറി എക്സ്റ്റൻഷൻ, റിയൽമിക്ക് ഇവൻ ഡൈനാമിക് റാം, സാംസങ്ങിൽ ഇവൻ ഒരൊറ്റ പേരേ ഉള്ളൂ, റാം പ്ലസ്. ഈ സാധനം ഓണായി കിടക്കുന്നുണ്ട് മെയിൻലി 6 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് റാം അഥവാ റാൻഡം ആക്സസ് മെമ്മറി ഇത് കൊടുത്തിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പെട്ടെന്ന് ആപ്ലിക്കേഷനുകൾ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാനും അത് മെമ്മറിയിൽ നിന്നും എടുത്ത് കളയാനും ഫോൺ ഫാസ്റ്റ് ആക്കി പല ആപ്ലിക്കേഷൻ സൈമിൾട്ടേനിയസ്ലി മൾട്ടി ടാസ്ക് ചെയ്യാനും വേണ്ടിയാണ്. നോർമലി നിങ്ങളുടെ ഫോണിന്റെ അകത്തുള്ള സ്റ്റോറേജിനേക്കാളും റാമിന്റെ സ്പീഡ് വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾ LPDDR4X, LPDDR5X എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ റാമുകളുടെ വേഗതയെ സൂചിപ്പിക്കുന്ന പല വെർഷൻസ് ആണ്. എന്നാൽ സ്മാർട്ട് ഫോണിന്റെ അകത്ത് സ്റ്റോറേജിന് വേണ്ടി കൊടുത്തിരിക്കുന്ന മെമ്മറി UFS, eMMC എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ സാധനം ഫോണിൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഇരിക്കുന്നത്. സോ അതിനെ പിടിച്ച് നമ്മളൊരു റാം ആക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ റാമിൽ എത്ര പെട്ടെന്നാണ് ഒരു ഡാറ്റ പോയി സേവ് ചെയ്യാൻ പറ്റുന്നത്, എടുക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ സ്ലോ ആയിരിക്കും. വിച്ച് മീൻസ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഈ ഫീച്ചർ ഓഫ് ആയിരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും സ്പീഡ് കുറവായിരിക്കും ഈ ഫീച്ചർ ഓൺ ആയിരിക്കുമ്പോൾ. രണ്ടാമത്തത്, ഈ സാധനത്തിന് റിയൽ വേൾഡിൽ ശരിക്കും പറഞ്ഞാൽ വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. ശരിയാണ്, പെട്ടിയിൽ കാണുമ്പോൾ 8 GB റാം പ്ലസ് 8 GB എക്സ്റ്റൻഡഡ് റാം, 16 GB റാം എൻ്റെ ഫോണിൽ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിക്കാം എന്നുള്ളത് മാത്രമായിരിക്കും ഒരു റിയൽ വേൾഡ് ഇമ്പാക്ട്. കാരണം 8 GB റാം ഉള്ള ഒരു ഫോണിനകത്ത് നിങ്ങൾ ആ ഒരു 8 GB മുഴുവനായി ഉപയോഗിച്ചതിന് ശേഷം ഇനിയും റാം വേണം എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ സ്റ്റോറേജിനെ റാം ആക്കി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. ആൻഡ് ഭൂരിഭാഗം ആൾക്കാരുടെയും 8 GB റാമിനകത്ത് 6 GB പോലും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ആൻഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആൻഡ്രോയിഡ് വലിയ മണ്ടനൊന്നുമല്ല, അതിനറിയാം എങ്ങനെയാണ് റാം മാനേജ് ചെയ്യുന്നത്. കാരണം ആൻഡ്രോയിഡിന് ബുദ്ധിയുണ്ട്. ആൻഡ്രോയിഡ് പോയിട്ട് സ്റ്റോറേജിനെ റാം ആണ് എന്ന് തെറ്റിദ്ധരിക്കില്ല, റാമിനെ കൊണ്ട് റാമിൻ്റെ പണി തന്നെ എടുപ്പിക്കും. ഇനി മൂന്നാമത്തതും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണ് കാലക്രമേണ സ്ലോ ആയി കേടായി പോവുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫോണിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റോറേജ്, റാം അല്ല സ്റ്റോറേജ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുക, പിന്നീട് ആവശ്യമുള്ളപ്പോൾ അതിനെ റീഡ് ചെയ്യുക. പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട അത്രയും കാലം, നിങ്ങൾ ഡിലീറ്റ് ചെയ്യാത്ത അത്രയും കാലം ആ സ്റ്റോറേജിൽ അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. എന്നാൽ റാമിൻ്റെ ഉദ്ദേശം റാൻഡം ആക്സസ് ആണ്. ഇപ്പം എടുത്തു ഉപയോഗിച്ചു, അതെടുത്ത് കളഞ്ഞു, പിന്നീട് അത് അവിടെ ഉണ്ടാവില്ല. സോ നിങ്ങളുടെ സ്റ്റോറേജിനെ ഇതേപോലെ റാം ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റോറേജിനകത്ത് പെട്ടെന്ന് ഒരു കാര്യം റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക എന്നിങ്ങനെ നടക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റോറേജ് അതിനു വേണ്ടി ഡിസൈൻഡ് അല്ല. ഇത്ര പെട്ടെന്ന് റാൻഡം ആയിട്ട് പല കാര്യങ്ങൾ റീഡും റൈറ്റും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിവൈസിനകത്തുള്ള സ്റ്റോറേജിന് ഇത്ര പ്രാവശ്യം മാത്രമേ റീഡും റൈറ്റും ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള ഒരു റീഡ് റൈറ്റ് സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ പെട്ടെന്ന് ഉപയോഗിച്ച് തിരികെയാണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്ന സംഭവമില്ലേ, നിങ്ങൾ ഡെയിലി 0 നിന്നും 100% വരെ ചാർജ് ചെയ്ത് 100 നിന്നും 0 വരെ എത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് ചാർജ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയും നിങ്ങളുടെ ബാറ്ററി ഡീഗ്രേഡ് ആവുകയും ചെയ്യുന്നതുപോലെ സ്റ്റോറേജും പെട്ടെന്ന് ഡീഗ്രേഡ് ആവും. ആൻഡ് നാലാമത്തെ കാര്യം, ഈ എക്സ്റ്റൻഡഡ് റാം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, വെറും മാർക്കറ്റിംഗ് ഗിമിക്കാണ്. ബേസിക്കലി ബഡ്ജറ്റ് കുറഞ്ഞ ഫോണുകളിലൊക്കെ നമ്മൾ മേടിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ പ്രൈസിൽ എനിക്ക് ഇത്രയും റാം ഉള്ള ഒരു ഫോൺ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഫീൽ ഗുഡ് ഫാക്ടർ കൊണ്ടുവരിക. ആൻഡ് ഇതിനെപ്പറ്റി വലിയ വിവരമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ കടയിൽ ചെല്ലുമ്പോൾ, ചേട്ടാ ഇതിനകത്ത് 8 GB റാമേ ഉള്ളൂ എങ്കിലും ഈ ഓപ്ഷൻ ഓണാക്കിയാൽ 16 GB വരെയും കിട്ടും. ഈ ഒരു പ്രൈസിൽ 8 GBക്ക് പകരം 16 GB ഫോൺ കിട്ടുക എന്നുള്ളത് ഇറ്റ് ഈസ് എ റിയലി ഗുഡ് വാല്യൂ ഫോർ മണി തിങ്, വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാനുള്ളൊരു മാർക്കറ്റിംഗ് ഗിമിക്. ഇനി അഞ്ചാമത്തെ കാര്യം, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ആൻഡ്രോയിഡിന് അതിനകത്തുള്ള മെമ്മറി മാനേജ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സ്റ്റൻഡഡ് റാം എന്ന് പറഞ്ഞ ഫീച്ചർ നിങ്ങൾ ഫോൺ മേടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ഈ കമ്പനികളെല്ലാം ഓണാക്കിയിട്ട് തരികയാണ് ചെയ്യുന്നത്. അത് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഫോണിനധികം പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുക. സോ ഒരു ഫോൺ വാങ്ങിയിട്ട് ഏറ്റവും ആദ്യം നിങ്ങൾ പോയിട്ട് റാമിൻ്റെ സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ സാധനം ഓൺ ആയിരിക്കും. അതങ്ങ് ഓഫാക്കുക, റാമിൻ്റെ പണി റാം ചെയ്തോട്ടെ, സ്റ്റോറേജിൻ്റെ പണി സ്റ്റോറേജ് ചെയ്തോട്ടെ. കാരണം പൈസ കൊടുത്ത് നിങ്ങൾ ഫോൺ വാങ്ങിയിരിക്കുന്നത് അധികകാലം നിൽക്കാൻ വേണ്ടിയാണ്. ആൻഡ് യെസ്, ചില സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ സൈഡ് എഫക്റ്റ് ഈ സാധനം ഓണാക്കുന്ന വഴിയുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞു, പെട്ടെന്ന് നിങ്ങളുടെ റീഡ് റൈറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആവുകയും സ്റ്റോറേജ് ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുമെന്ന്. അതുമാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട ഇപ്പോൾ 128 GB സ്റ്റോറേജ് ആണെങ്കിൽ അത്രയും സ്റ്റോറേജിൽ നിന്ന് ഈ ഒരു ഭാഗം അനാവശ്യമായി എടുത്ത് മാറ്റിക്കളയുമ്പോൾ ടോട്ടൽ സ്റ്റോറേജ് കപ്പാസിറ്റി നിങ്ങൾക്ക് അവിടെ കുറയുന്നുണ്ട്. അതിലുപരി ആൻഡ്രോയിഡ് ഫോണുകളിൽ സ്റ്റോറേജ് ഫില്ലായി കഴിഞ്ഞാൽ ഫോൺ സ്ലോ ആവുന്നത് നിങ്ങൾ കണ്ടു കാണാം.
പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റോറേജ് ഫില്ലാവും ഈ സാധനം ഓണാക്കി കഴിഞ്ഞാൽ. കൂടാതെ ഈ എക്സ്റ്റെൻഡഡ് റാം, എക്സ്പാൻഷൻ റാം എന്ന് പറഞ്ഞ സാധനം വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ ബാറ്ററിയൊക്കെ ഡ്രെയിൻ ആവും. ആൻഡ് യെസ്, ചിലപ്പോൾ നിങ്ങളുടെ ഫോണിന് താങ്ങാൻ പറ്റാത്ത അത്രയും ലോഡ് റാമിലേക്ക് കൊടുക്കുമ്പോൾ ഈ എക്സ്റ്റെൻഡഡ് റാം ഓൺ ആവുന്ന സമയത്ത് റാമിൻ്റെ അതേ സ്പീഡിന് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ നിങ്ങളുടെ ഫോൺ ഓവർ ഹീറ്റ് ആവുകയും ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ നല്ലപോലെ ബാധിക്കാനും കാരണമാവുന്നു. ഇനി ഈ ഒരു കാര്യത്തിൽ ഞാൻ 100% ആപ്പിളിനോട് യോജിക്കുന്നു. ഇത്രയും ആൻഡ്രോയിഡ് കമ്പനികൾ ഈ എക്സ്റ്റെൻഡഡ് റാമിന് പല പല പേരുകളിട്ട് ഗിമിക്കായിട്ട് കൊണ്ട് നടക്കുമ്പോൾ ആപ്പിൾ ഇന്നേ വരെയും എക്സ്റ്റെൻഡഡ് റാം എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇനി ഏറ്റവും രസം എന്താണെന്നറിയോ, ആപ്പിളിൻ്റെ ഫോണുകളുടെ അകത്തുള്ള സ്റ്റോറേജ് NVMe സ്റ്റോറേജ് ആണ്. ഈ NVMe സ്റ്റോറേജ് എന്ന് പറയുന്നത് ഈവൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന UFS 4.0 സ്റ്റോറേജിനേക്കാളും എത്രയോ മടങ്ങ് ഫാസ്റ്ററാണ്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് ഐഫോണിലുള്ള NVMe സ്റ്റോറേജിലാണ് ശരിക്കും ഈ റാം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ ഓൺ ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾക്ക് തോന്നിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുക. എന്നിരുന്നാലും ആപ്പിൾ ഇന്നേ വരെ എക്സ്റ്റെൻഡഡ് റാം എന്ന് പറഞ്ഞ ഫീച്ചർ കൊണ്ടുവന്നിട്ടില്ല. ആൻഡ് ഇത് കാരണമാണ് ഐഫോണുകൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മേടിച്ചപ്പോൾ ഉള്ള അതേ ഒരു സ്മൂത്ത്നെസ്സും അതേ ഒരു സ്പീഡും ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബിക്കോസ് അതിൻ്റെ സ്റ്റോറേജ് ഇതേപോലെ ഡീഗ്രേഡ് ആവുന്നില്ല. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്തില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട് ഈ എക്സ്റ്റെൻഡഡ് റാം എന്ന സാധനം ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന് നല്ലത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.